നമസ്കാരം. ഇന്ത്യൻ നാവികസേന തിരുവനന്തപുരത്തേക്ക്. നാവികസേന ദിനമായ ഡിസംബർ 4-ന് തിരുവനന്തപുരം ശംഖുമുഖത്ത് നാവികസേന ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ നടത്തുമെന്ന് ദക്ഷിണ നാവികസേന വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച കൊച്ചി നാവികസേന ആസ്ഥാനത്ത് നടന്ന പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. Indian Navy will be conducting the operational demonstration involving ships, submarines and aircraft on the occasion of Navy Day on the 4th of December this year at the Shankhumukham beach in Thiruvananthapuram. This would be a proud moment for all of us at the Southern Naval Command and the state of Kerala to showcase the operational might of the Indian Navy. നാവികസേനയുടെ ശക്തി എന്തെന്ന് ഇന്ത്യയുടെ തെക്കേയറ്റത്തുകൂടി പ്രദർശിപ്പിക്കാനാണ് ഇത്തവണ നാവികസേനാ ദിനത്തിൽ ഓപ്ഡമോ എന്ന ഓപ്പറേഷണൽ ഡെമോൺസ്ട്രേഷൻ തിരുവനന്തപുരത്ത് നടത്തുന്നത്. ഇന്ത്യൻ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ പങ്കെടുക്കുമെന്നാണ് സൂചന. എന്നാൽ പ്രതിരോധ മന്ത്രാലയം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. നാവികസേനയുടെ പടക്കപ്പലുകളും യുദ്ധവിമാനങ്ങളുമടക്കം നിരവധി കാഴ്ചകൾ നാവികസേന ഒരുക്കും. കൂടാതെ കടലിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന രീതികളും ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്നതും മറ്റുമുള്ള അഭ്യാസ പ്രകടനങ്ങളും നടത്തും. പതിനെട്ട് മീറ്ററിലധികം ആഴമുള്ള പ്രദേശമാണ് ശംഖുമുഖം ബീച്ച്. അതിനാൽ നാവികസേനയുടെ പടക്കപ്പലുകൾ തൊട്ടടുത്ത് കാണാനാകുമെന്ന പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. കേരള സർക്കാരുമായി കൈകോർത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പുമായി നാവികസേനാ മേധാവികൾ ചർച്ച നടത്തി. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം മാരിടൈം തിയേറ്റർ കമാൻഡ് തിരുവനന്തപുരത്ത് വരുന്നതിന്റെ സൂചനയാണ് ഓപ്ഡമോ ശംഖുമുഖത്ത് നടത്തുന്നതെന്ന് നേവിയുമായി അടുത്ത ബന്ധമുള്ള ചിലർ പറയുന്നു. തിരുവനന്തപുരമാണ് മാരിടൈം തിയേറ്റർ കമാൻഡ് ആസ്ഥാനമാക്കാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത് എന്ന് മുൻ ഡിഫൻസ് PRO DK ശർമ്മ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. 2023 വരെ കാർവാറായിരുന്നു പരിഗണനയിലുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വിശദീകരണം പുറത്തു വന്നിട്ടില്ല. കരസേന, നാവികസേന, വ്യോമസേന എന്നീ 3 സായുധ സേനകളെ സംയുക്തമായി ഏകോപിപ്പിച്ച് സമുദ്രമേഖലയിൽ സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്ന സംവിധാനമാണ് മാരിടൈം കമാൻഡ്. നാവികസേനയുടെ യുദ്ധക്കപ്പലുകളും വിമാനങ്ങളും പ്രകടനങ്ങളും മലയാളികൾക്ക് അടുത്ത് കാണാൻ അവസരമൊരുക്കുകയാണ് ദക്ഷിണ നാവികസേന. ഇങ്ങനെയൊരു അവസരം ഇനി ഉണ്ടാകുമോ എന്നറിയില്ല. അതിനാൽ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. TA അഭിശങ്കരനൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി, കൊച്ചി.